ഹൈ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ പാലക്കാട് കോട്ടക്കിൻ്റെ പാർക്കിങ്ങിലാണുള്ളത്. ഇത് ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ അവിടേക്കാണ് കോട്ടയിലേക്ക് പോകേണ്ട വഴി. നമുക്കിങ്ങനെ പോകണം. അതുകൊണ്ട് കോട്ടയിലേക്കുള്ള ആളുകളെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കോട്ടയ്ക്ക് മുമ്പിലാട്ടാ. ഇതാണില്ലേ, ഇതാണ് നമ്മുടെ പാലക്കാട് കോട്ട. അതിൻ്റെ മുൻഭാഗമാണിട്ടത്. ഇതുണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കാരണവന്മാരെല്ലാം പാടാ ഇങ്ങോട്ട് കോട്ടയ്ക്ക് മുമ്പിലേക്ക് വന്നതാണ്. കേട്ടാ 35ഓളം പേരാണ് നമ്മളെ ചെനക്കയിൽ നിന്നും പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റത്തെ സ്ഥലമാണ് ഈ കോട്ട. അവർ ഫസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ പാലക്കാട് കോട്ടയിലേക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടത്. ഇതുണ്ടല്ലേ, നിറയെ മീനുകളും അതുപോലെ തന്നെ നമ്മളെ കാരാമ തോന്നുന്നു നിറയെ ആമകളും ഉണ്ട് കേട്ടാ. ഇഷ്ടം പോലെ മീന്, പല ഐറ്റം മീനുകളുണ്ട്. ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കേണ്ട സ്ഥലം തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മളെ കോട്ടന്റെ അവരുടെ കിടങ്ങാണ് ഈ കാണുന്നത്. ഈ കിടങ്ങിലാണ് ഈ ഹോട്ടല്. കോട്ട ഉള്ളതിന്റെ കാലത്ത് ശത്രുക്കളെ കടക്കാതൊക്കെ ഉള്ള ഒരു കിടങ്ങായിരുന്നു. അപ്പൊ അതിലിപ്പോ ആമകളാണ് മൊത്തമായിട്ടുള്ളത്. ഹൈ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പാലക്കാട് കോട്ടക്കുള്ളിലെ പണ്ട് കാലത്തെ ആ ഒരു ജയിലാണ് ഈ കാണുന്നത്. ഇതാണ് ജയില്. അതിൽ ഇപ്പോൾ താലൂക്ക് സബ് ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെയൊക്കെ ആ പണ്ടത്തെ ജയിലറയുടെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് പണ്ടത്തെ ആ ജയില്. അതിൻ്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഹോർട്ടിക്കൾച്ചർ ബ്രാഞ്ച് സബ് ഡിവിഷൻ. ഇവിടൊക്കെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളാണ് ഇപ്പോൾ. പാലക്കാട് കോട്ടയായിട്ട് കാണുന്നത്. അത് കാണാൻ പോകുന്നതല്ലേ. പണ്ടത്തെ കോളാട്ടത് കോട്ടക്കുള്ളിലെ. അങ്ങനെ കോട്ടൊക്കെ കണ്ട് കോട്ടയുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി പങ്കുവെച്ചിരിക്കട്ടെ നമ്മളെ ടീംസ്. ഇവിടെയുണ്ട് കുറച്ച് ആളുകൾ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ പാലക്കാട് കോട്ടൻ്റെ കവാടാണ് ഈ കാണുന്നത്. കോട്ടയിലേക്ക് കയറുന്ന വഴിയാണിത്. ആളുകളും വണ്ടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതാണ് കോട്ടൻ്റെ മുൻഭാഗം. ഇതാണ് കോട്ടയുടെ കവാടം. കോട്ടയിൽ വന്നപ്പോ നല്ല ഉപ്പിലിട്ട പല ഐറ്റം സാധനങ്ങളുണ്ട് ഇവിടെ. മാങ്ങ ഉണ്ട്, നെല്ലിക്കുണ്ട്, ഒക്കെ ഉണ്ട്. ഇതാണോ സർവത്ത്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ചായ ചായ അങ്ങനെ പാലക്കാട് കോട്ട കണ്ട് ഓരോരുത്തരും തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ കയറുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്, മലമ്പുഴ ഡാമിലേക്ക്. അവിടെ സ്നേക്ക് പാർക്ക് അതുപോലെ തന്നെ ഗാർഡനൊക്കെ ഉണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ കാണാനുള്ള എല്ലാ കാഴ്ചകളും
അവിടെ ഉണ്ടാകും. ഓരോരുത്തർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ പാലക്കാട് കോട്ട കഴിഞ്ഞിങ്ങനെ മലമ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പള്ളിയുണ്ട്. അപ്പോൾ അതവിടെ പള്ളിയുണ്ട്. അവിടേക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് വേണ്ടി വണ്ടി കുറച്ചു നേരം ഇവിടെ ഒന്ന് ആൾട്ട് ചെയ്യും. അപ്പോൾ നിസ്കരിച്ച് വരാനുള്ള ടൈമാണ്. അപ്പോൾ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അതുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതവിടെ ഇവിടെ പള്ളിയുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവാണ്. വേറെ പള്ളിയാകുമ്പോൾ നോക്കുക. ഇതങ്ങോട്ടാ. ഇവിടെ തന്നെയാണ്. ഇതാണ് പള്ളി.